ഞാൻ ഇന്നും പറയാൻ പോകുന്ന സംശയത്തെക്കുറിച്ചാണ്. അപ്പം നിങ്ങളോർക്കും ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല, ഈ രാവിലെ തൊട്ട് ഈ സംശയം പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതെന്നും ഇത് തന്നെയുള്ളോ എന്നൊക്കെ ചിന്തിച്ചേക്കരുത് കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സംശയം ഉള്ളവരാണ് കൂടുതൽ. ഒത്തിരി പേര് ഇതിൻ്റെ അഡിക്റ്റായിട്ട് കിടക്കണവരാണ്. മനസ്സിനൊരു സമാധാനവും ഇല്ലാതെ ഓടിപ്പാഞ്ഞ് കിടക്കണവരാണ്. അവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും പറയണമെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുവാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളില്ലേ ഇല്ലേ? നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മൾ ഈ ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതാദ്യം ചിന്തിക്കുക. ചുമ്മാ സംശയം എന്ന് പറഞ്ഞ് നടക്കുന്നതൊന്നും നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം സംശയം, നമ്മളിപ്പോൾ ഒരാളെ സംശയം വിചാരിച്ചു എന്ന് വെച്ചു, അയാൾ ഞാൻ നിർത്തി എന്നും പറഞ്ഞു, എനിക്ക് ഒരു പ്രസ്ഥാനവുമില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിവായി എന്നും പറഞ്ഞിരുന്നാലും അത് താൽക്കാലികം മാത്രമായിരിക്കും. അത് നമ്മളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും അതിലേക്ക് തന്നെയായി വരാനാണ് സാധ്യത കൂടുതൽ ഇല്ലേ? അവരങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ആരും, അല്ലെങ്കിൽ അതുപോലെ മനസ്സ് വെച്ചാൽ മാത്രമേ ഒഴിവായി പോരുകയുള്ളൂ. അല്ലാണ്ട് സംശയരോഗം ഒന്നും ഒരിക്കലും സംശയിക്കുന്നവരും സംശയം ചെയ്യുന്നവരും ഒരിക്കലും ഒഴിവാകാൻ പോകുന്നില്ല. അതൊക്കെ താൽക്കാലികമായിട്ടൊരു ശമനം മാത്രമായിരിക്കും. ചില തീപ്പൊരി ഇങ്ങനെ അടിയിൽ കിടന്നിട്ട് പൊഞ്ഞു കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും വലിയ ആളി കത്തണ പോലെ അതിങ്ങനെ അടങ്ങിക്കിടക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംശയരോഗമുള്ളവരെല്ലാ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യുന്നുണ്ട്, നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോയാൽ കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നണേ. പഴയ കാലം എന്ന് വെച്ചാലല്ലോ, ഇന്നിപ്പോൾ മൊബൈൽ ഫോണൊന്നും ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? പണ്ട് നമുക്കൊരില്ലായിരുന്നു ഒരു ഫോൺ, നോക്കിയയുടെ ഒരു കുഞ്ഞു ഫോൺ, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഞെക്കുമ്പോൾ വാട്സപ്പോ ഒന്നും ഇല്ലാത്തൊരു ഫോണ്. ആ ഫോൺ വരുവാണെങ്കിൽ, ആ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം നിൽക്കും, ഫേസ്ബുക്ക് നിൽക്കും, വാട്സപ്പ് നിൽക്കും, യൂട്യൂബ് നിൽക്കും, എല്ലാം നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചർച്ച ചെയ്ത്. ഇതെന്നു വെച്ചാൽ മെസ്സേജുകളാണ് അധികം പ്രശ്നങ്ങൾക്ക്, കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം. വാട്സപ്പിൽ കൂടെ മെസ്സേജ് വിട്ടു, ഫേസ്ബുക്കിൽ കൂടെ ഇട്ടു, ഇങ്ങനെ പറഞ്ഞല്ലേ. ഇതെല്ലാം നോക്കി നോക്കി കുറേ പെണ്ണുങ്ങളും ഇരിക്കും, കുറേ ആണുങ്ങളും ഇരിക്കും. എന്നിട്ട് കുടുംബ വഴക്ക് അങ്ങ് തുടങ്ങുകയും ചെയ്യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബ വഴക്ക് തുടങ്ങുന്നത് എന്നാണെന്നറിയാവോ? പരസ്പരം അംഗീകരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അത് കല്യാണം കഴിക്കുമ്പോൾ തൊട്ടങ്ങ് തുടങ്ങും. നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോ, നീ നിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചോ, ഞാൻ എൻ്റെ ആൾക്കാരെ വിളിക്കുമെന്ന് പറയും. അത് അവിടെ തുടങ്ങുമായി. ചിലരെ പോസിറ്റീവായിട്ട് അങ്ങ് പോകും, രണ്ടുപേർക്കും കുഴപ്പമില്ലാതെ. വേറൊരു കൂട്ടരുണ്ട്, ഈ വിളി കൂടി 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 അത് വലിയ കുടുംബ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. എന്നാൽ അത് വേണ്ടാന്ന് വയ്ക്കുമോ? അതും ഇല്ലതാണ് ഇല്ലേ? എന്നാൽ അത് വിളിക്കണ്ട, നമ്മുടെ കുടുംബമായി, എനിക്കെൻ്റെ ഭാര്യ ഭർത്താവുമായി എന്നുള്ള ചിന്തയിൽ ഇരിക്കില്ല. ആ മെസ്സേജുകൾ വിട്ട് 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 അവസാനം വലിയ അലപ്പിലേക്ക് ചെന്ന് തീരുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് ഇല്ലേ? അതേപോലെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിൻ്റെ മുൻ കാമുകി അല്ലെങ്കിൽ ഭർത്താവിന് പഴയ വല്ല കാമുകിമാരോ വല്ലതും ഉണ്ടെങ്കിൽ അവർ തേച്ചിട്ട് പോയതാണെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കാം. അവർ വല്ല മെസ്സേജ് അയക്കണുണ്ടോ, അവർ തിരിച്ചു വന്നിട്ടുണ്ടോ, അവർ എന്നാ ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, അവിടെ ഫോളോ ചെയ്യും, ഇവിടെ ഫോളോ, ഇങ്ങനെ ഈ ഫോളോയിങ് കൊണ്ടിരിക്കുന്ന കുറേ ഭാര്യമാരുമുണ്ട്. ചില വീട്ടുകാർ ഇങ്ങനെ പഴയ ബന്ധത്തെക്കുറിച്ച് സത്യസന്ധരായിട്ട് മരുമകളോട് പറഞ്ഞു കൊടുക്കും. അമ്മായിയമ്മയാണേലും അമ്മായിയപ്പനാണേലും അല്ലെങ്കിൽ നാത്തൂമാരാണേലും ഇങ്ങനെ വന്ന പുതിയ പെണ്ണിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അവളെ ഇട്ടിട്ട് പോയതാ, അല്ലെങ്കിൽ അവനെ ഇട്ടിട്ട് പോയതാ, അത് ഉപേക്ഷിച്ചു, പിന്നെ ഇല്ല, അങ്ങനെ കുറേ ഒഴിവായിപ്പോയ കുറ്റമൊക്കെ അങ്ങ് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കും. പക്ഷെ അതാ അവരുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് കിടക്കുക, ഏത് സമയം അത് പൊട്ടിത്തെറിക്കാവുന്ന ഒരു തീപ്പൊരിയായിട്ട് കിടക്കുക അല്ലേ? ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതേ പിടിച്ച് പിന്നെ കുറച്ച് നാളങ്ങ് സന്തോഷത്തോട് പോയി കഴിയുമ്പോൾ തുടങ്ങും, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന്, അവരിപ്പോൾ വിളിക്കാറുണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ, അവരെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പതുക്കെ 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 പ്രശ്നങ്ങൾ തുടങ്ങും. ഞാൻ എന്നും ഇത് പറയാൻ വന്നിരുന്നല്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടോ ഞാൻ പറയണതാ. ഒത്തിരി കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവം ആയതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ഇത് മനസ്സിൽ കയറുവാണെങ്കിൽ കയറിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറയുന്നത് കേട്ടോ. പ്രേമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകാം അല്ലേ? അത് ആ ഒരു പ്രായത്തിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളെല്ലാം അതിൽ നിന്ന് ഒഴിവായി പോരും. നമുക്ക് ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു 25-27 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ ജീവിതത്തിലേക്ക് കിടക്കുക. എത്രയുള്ള പ്രായത്തിനിടയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞ് അതങ്ങനെയൊന്നും ഇല്ലയെന്ന്, അതേപോലെ മറ്റുള്ളവരത് പറയാണ്ടിരിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാതിരിക്കുക. എന്തെങ്കിലും പ്രേമോ എന്താ കുന്തോ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിനങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ പഴയ ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഡിലീറ്റാക്കി കളയുക. നമ്മൾ എന്തെല്ലാം ഡിലീറ്റാക്കി കളയാൻ പറ്റുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഡിലീറ്റാക്കി വെക്കുക.
അത് വെച്ചാൽ നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. അത് എന്തൊക്കെയുണ്ടോ പഴയ പ്രേമത്തിന്, പഴയ ഫ്രണ്ട്സ് ഇതിനെ കുറിച്ച് പറയുന്നവരുണ്ടോ, അവരെല്ലാം നമ്മൾ കളഞ്ഞേക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഇവരെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളങ്ങ് കളഞ്ഞേക്കുക. നമ്മൾ അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് പിന്നെ ഏതെങ്കിലും സമയത്ത് ഈ പെൺകുട്ടി എടുത്ത് കാണാൻ വരികയോ അല്ലെങ്കിൽ ചെറുക്കനെ എടുത്ത് കാണാൻ വരികയോ ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കി വെച്ചേക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളും എന്നോർത്തോണ്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും അവരുടെ പേരിലേക്കും ആക്കിക്കൊടുക്കും. എല്ലാം ഷെയർ ചെയ്ത്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും മ്യൂച്വലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അതെല്ലാം എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു വിശ്വാസം വരുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനി അറിയത്തില്ല, അല്ലാണ്ട് ആദ്യമേ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ തേച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, നമ്മുടെ എല്ലാം പോയിന്നിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഉള്ളതിലെല്ലാം ഒരു പങ്കാളിയാക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ അവർക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് വെക്കുക. പാസ്വേഡുകളും എല്ലാം, എന്തെങ്കിലും രഹസ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞേക്കുക. അപ്പോൾ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ, രഹസ്യങ്ങളും ഒന്നും ഇല്ലാണ്ടാകുമ്പം അവർക്ക് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ചില പെണ്ണുങ്ങളുണ്ട് രാത്രിയിൽ ഭർത്താവ് ആരെയാണ് വിളിക്കണേ, അല്ലെങ്കിൽ ചില ചെറുക്കന്മാരുണ്ട് ഇവളെന്തിനാ രാത്രിയിലെ ആൾക്കാരെ വിളിക്കണേ എന്നില്ല. ചിലപ്പോൾ ഒഫീഷ്യൽ കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവരെ സംസാരിക്കും. അതിനിങ്ങനെ ചെവി വട്ടം പിടിച്ച് പോയി നോക്കിക്കൊണ്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ചില ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്തിനാ രാത്രി വിളിച്ച. പിറ്റേ ദിവസം ഭർത്താവ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഓടിപ്പോയി വാട്സപ്പ് എടുത്ത് നോക്കുന്നു, നമ്പർ എടുത്തു വെക്കുന്നു. ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് അറിയാം, ഭർത്താവാണെങ്കിലും അന്യായ ലോക്ക് ഇട്ട് വെച്ചേക്കുന്നു. ആർക്കും പിടികിട്ടാത്ത, അയാൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ലോക്കായിരിക്കും ഇട്ട് വെച്ചേക്കണേ. ഇങ്ങനെയെല്ലാം ചെയ്തു വെക്കും. ഇതൊക്കെ കുടുംബജീവിതം തകരാനുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിവിടെയൊക്കെ തുടങ്ങുന്നത്. നമ്മളെല്ലാ രഹസ്യങ്ങളും മാറ്റിക്കളയുക. നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ഒരു രഹസ്യങ്ങളും ഇല്ലാതിരിക്കുക, എല്ലാം തുറന്ന് സംസാരിക്കുക. പഴയ കാര്യങ്ങളെ എടുത്തിടാതിരിക്കുക. പല കുടുംബ പ്രശ്നങ്ങളും പഴയതിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ആ കുഞ്ഞു ഫോൺ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ ഒത്തിരി പരിഹാരമാകുന്നേ. ഈ വാട്സപ്പും ഇതൊക്കെ നോക്കിയിരുന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത്ര കുടുംബം എന്തോരം പറഞ്ഞാലും മനുഷ്യൻ മനസ്സിലാവില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളായി കുടുംബക്കോടതി കയറി കിടക്കുന്ന എന്തോരം പേരുണ്ടെന്നാണ്. അത് വാട്സപ്പിലെ മെസ്സേജ് അവർ ഡിജിറ്റൽ തെളിവാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മെസ്സേജ് കൊണ്ട് ചെല്ലുന്നത്. ഒരു കഥ ഞാൻ പറയാം. ഒരു പെണ്ണ് അതിൻ്റെ ഭർത്താവിനെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, അയാൾക്ക് കൃത്യം 7 മണിയാകുമ്പോൾ ഒരു ഫോൺ കോൾ വരും. ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്. അയാൾ എന്നിട്ട് ഇങ്ങനെ അതെടുത്ത് വയ്ക്കും. അയാൾ ഇങ്ങനെയൊക്കെ പുറത്തോടെ നടക്കും. ചെയ്യാം, അങ്ങനെ ആട്ടെ, നാളെ ആട്ടെ, അടുത്ത ദിവസം ചെയ്തേക്കാം, അത് മേടിച്ചേക്കാം, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഈ പെണ്ണിങ്ങനെ സംശയം മൂത്ത് രഹസ്യമായിട്ട് ചെവി വട്ടം പിടിച്ച് കേട്ടോണ്ടിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ പെണ്ണ് ഇയാളുമായിട്ട് വഴക്കങ്ങ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞ്, എടി നീ സംശയിക്കണേ ആളല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവസാനം പറഞ്ഞ്, എടി നമ്മുടെ ചേടത്തിയെ വിളിക്കണേ, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, അമ്മയുടെ മരുന്ന് മേടിക്കണ കാര്യവും ചേടത്തി വിളിച്ച് പറയുന്ന. അതെന്നാ 7 മണിക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 7 മണിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാം, അവർ ഡ്യൂട്ടിയിലിരിക്കണ. ഈ ചേടത്തി എന്ന് പറഞ്ഞ വിദേശത്താണ്. ചേടത്തി കൃത്യസമയത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഈ ഓർമ്മപ്പെടുത്താൻ അമ്മയ്ക്ക് കൊടുക്കേണ്ട മരുന്നിനെ കുറിച്ചും എല്ലാ കാര്യത്തെക്കുറിച്ചും. ഒന്ന് ഓർത്ത് വയ്ക്കുക, സംശയരോഗം പോകുന്ന വഴി ഏതാന്ന്. ഇങ്ങനെ നമ്മൾ പലരും പലതിനെ സംശയിക്കുന്നത്. ചിലത് സത്യസന്ധമായിട്ട് സംശയിക്കുന്നുണ്ട് കേട്ടോ, അത് അതിൻ്റെതായ നിയമപരമായിട്ട് നേരിടണം. അതല്ലാത്ത സംശയങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക. പിന്നെ ഈ പ്രേമിക്കുന്ന സമയത്ത് പ്രേമിക്കുമ്പോൾ നമ്മളെല്ലാം അവരാണ് എന്നും പറഞ്ഞുകൊണ്ട് ചില പിള്ളേർ നടക്കണം. എല്ലാം എല്ലാം അങ്ങ് സമർപ്പിച്ച് വെച്ചിട്ടുള്ളൊരു പ്രേമം, അതും വിജയിക്കില്ല. നമ്മൾ പ്രേമിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഏത് സമയം ഒരു തേച്ചിട്ട് പോകാം എന്ന്. എത്ര പ്രേമിച്ചാലും, ഒരു 3, 4, 5 പ്രേമിച്ചാലും നമ്മൾ വിചാരിക്കും ഏത് സമയം ഇവർ ഇട്ടിട്ട് പോകാം എന്ന്. 1, 2 തേപ്പ് കിട്ടിയവർക്ക് ശരിക്കും മനസ്സിലാവും അടുത്തത് തേച്ചിട്ട് പോകുന്നില്ലേ. അവർ പോകുമെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടേ നമ്മൾ പ്രേമിക്കാവുള്ളൂ. അപൂർവങ്ങൾ മാത്രമേ വിവാഹത്തിൽ ചെന്ന് വിവാഹത്തിൽ ചെന്നാൽ പോലും അവിടെ സംശയങ്ങൾ മുളപെട്ടുന്നവരുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ പ്രേമവിവാഹം നല്ലതാന്നൊക്കെ പറയും, പക്ഷെ അവിടെയും സംശയത്തിന്റെ തീപ്പൊരി കിടക്കുന്നവരും ഒക്കെ ഉണ്ട്. കാരണം തേപ്പ് ജീവിതത്തിൽ കിട്ടിയവര് വിവാഹത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയൊന്നുമില്ല അല്ലേ. അങ്ങനെയല്ലേ സാധാരണ വന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനും ഒരു പ്രേമവിവാഹം കഴിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. നമുക്ക് എപ്പോഴും ഒരു കള്ളക്കണ്ണോട് കൂടിയാണ് നമ്മുടെ ഭർത്താവിനെ ആണെങ്കിലും നമ്മുടെ ഭാര്യനെ ആണെങ്കിലും നമ്മൾ നോക്കുള്ളൂ അല്ലേ. എപ്പോഴും സംശയദൃഷ്ടി കാണും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം നമ്മളങ്ങനെ പ്രേമിച്ചതായതുകൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത്. അവിടെ നമ്മൾ എപ്പോഴും വിചാരിക്കുക അല്ലാണ്ട് ഇവരാണ് എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു പെൺകുട്ടികളോ ഒരു ആൺകുട്ടി ആരെയും പ്രേമിക്കാൻ പോകാതിരിക്കുക. അതൊന്നും ശാശ്വതമല്ല. കാരണം ഇവരേത് സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാം. കയറി വന്നതുപോലെ ഇറങ്ങിപ്പോകാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം പ്രേമിക്കുക. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കൈ കൊടുത്ത് പിരിഞ്ഞേക്കുക.
വിദേശങ്ങളിലൊക്കെ കാണിക്കും പോലെ. എത്ര വർഷം കൂടെ താമസിച്ചാലും അവരൊരു കോഫി ഹൗസിൽ പോയിരുന്നു, കൈ കൊടുത്തു, സന്തോഷത്തോടെ പിരിഞ്ഞു. പിന്നെ അടുത്ത ആൾ കല്യാണം കഴിക്കുമ്പോൾ ഈ മുൻ കാമുകനോ അല്ലെങ്കിൽ മുൻ കാമുകിയോ വന്ന് അതിനകത്ത് പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? അങ്ങനെ നമ്മളങ്ങ് പിരിഞ്ഞേക്കുക, അതേ രക്ഷയുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇവിടുത്തെ ഇതുപോലെ അങ്ങ് അഡിക്റ്റായിട്ട് രക്തവും മാംസവും പോലെ ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കുക. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ ജീവിതത്തിൽ വരും, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതല്ലാണ്ട് ചിലരുണ്ട് ജീവിതകാലം മുഴുവൻ തേപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ച് ജീവിതം കളയുന്നവർ. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല കേട്ടോ. അങ്ങനെയൊന്നും ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് എന്ന് പറയുന്ന പെട്ടെന്നൊരു തോന്നുന്ന ഒരു ഇഷ്ടമാണ് എല്ലാവരുടെയും മനസ്സിൽ. അതൊരു 27, 28 വയസ്സ് കഴിഞ്ഞാൽ അപൂർവം പേർക്ക് അങ്ങനെ പ്രേമം തോന്നുള്ളൂ. അതൊക്കെ ചിലപ്പോൾ വിവാഹത്തിൽ നടന്നുകൊണ്ടിരിക്കുള്ളൂ. അല്ലാതെ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ തോന്നുന്നത് അവർ വേറൊരാളെ കാണുമ്പോൾ അതിൻ്റെ കൂടെ പോകും നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ പ്രേമിക്കാവുള്ളൂ. എന്തോരം പിള്ളേരാണെന്നറിയാവോ ഇപ്പം കല്യാണം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, പ്രേമിച്ചു പോയി, അവള് പോയി, ഇവള് പോയി, ഇവൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് എന്തിനാ ഇങ്ങനെ ജീവിതം കളയണത്? ഒരു പ്രയോജനമില്ല. അങ്ങനെയൊന്നും ആരുടെയും പുറകാടുന്ന ജീവിതം നമ്മൾ കളയല. നമ്മുടെ നല്ല ജീവിതം നമ്മളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കളുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം തന്ന അവരെ ഓർക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. പോയവരൊക്കെ പോട്ടെ എന്ന് വയ്ക്കുക. നമ്മളിഷ്ടമുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് വിധിച്ചേക്കണത് നമ്മുടെ അടുത്തേക്ക് വരും. അതിനെ സ്വീകരിച്ചേക്കുക, അതിനെ നല്ലപോലെ നോക്കുക. അല്ലാണ്ട് ഈ വന്ന ബലാലിനൊക്കെ നമ്മൾ തലയിൽ വെച്ച് കെട്ടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒന്നും ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങളും എപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. അതേപോലെ ഈ ലാസ്റ്റ് മെസ്സേജ് എന്നാ വന്നേ, ലാസ്റ്റ് എപ്പോഴാണ് നമ്മൾ സംസാരിച്ച് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കുക. ആ നമ്പർ വരെ ഡിലീറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞേക്കുക. അപ്പം പ്രശ്നം തീർന്നു. നമ്മളെ പിന്നെ വിളിക്കണ്ടെന്ന് വെച്ചേക്കുക. അല്ലാണ്ട് ഇതിങ്ങനെ പുറകെ നടക്കാണ്ടിരിക്കുക. ഭാര്യയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ പോലും നമ്മളെ തേച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോയിക്കോളാൻ പറയുക. അതാ വേണ്ട. അല്ലാണ്ട് നമ്മൾ അവരെ കടിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം കളയാണ്ട് സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. നമുക്കൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. അതിൽ തൂങ്ങിക്കിടക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.